കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പാർലമെന്റ് മാർച്ച് അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. നിരവധി വിദ്യാർത്ഥികളും യുവാക്കളുമാണ് ജന്തർ മന്ദറിൽ ഇപ്പോൾ തടിച്ചുകൂടിയിരിക്കുന്നത്. 9 മണിക്കാണ് ഈ മാർച്ച് നിശ്ചയിച്ചിരിക്കുന്നത്. വലിയ പോലീസ് സന്നാഹത്തെ തന്നെ ഇവിടെ ഇന്നലെ രാത്രി മുതൽ ഇവിടെ വിന്യസിച്ചിരുന്നു. 25 ബറ്റാലിയൻ, അതോടൊപ്പം തന്നെ ഡൽഹി പോലീസിന്റെയും കേന്ദ്രസേനയുടെയും എല്ലാം പ്രത്യേക ടീമിനെ തന്നെ ഈ പ്രതിഷേധം നേരിടാനായിട്ട് ഇപ്പോൾ സർക്കാർ പുറത്തിറക്കിയിരിക്കുകയാണ്. വലിയ സന്നാഹം തന്നെ ഇവിടെയുണ്ട്. കാരണം ഈ മാർച്ചിന് അനുമതിയില്ലെന്നാണ് ഡൽഹി പോലീസ് അറിയിച്ചിരിക്കുന്നത്. അനുമതി ആവശ്യപ്പെട്ടുകൊണ്ട് CJPയുടെ ഭാഗത്തു നിന്നുകൊണ്ട് ഒരു തരത്തിലുള്ള കത്തുകൾ ലഭിച്ചിട്ടില്ല എന്ന് ഡൽഹി പോലീസ് പറയുമ്പോൾ തങ്ങൾ നേരത്തെ തന്നെ ഈ സമരം പോലീസിനെ അറിയിച്ചതാണ്. അനുമതി തേടിക്കൊണ്ട് പോലീസിന് കത്ത് നൽകിയതാണ്. എന്നാൽ ഇതിന് അനുമതി ലഭിക്കില്ലെന്ന് തങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു. എന്നാലും തങ്ങൾ മുൻ നിശ്ചയിച്ച പ്രകാരം ഈ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നാണ് ഇപ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടി അറിയിച്ചിരിക്കുന്നത്. കൃത്യം 9 മണിയോടുകൂടി ഈ ബാരിക്കേഡിന് പുറത്തു നിന്നുകൊണ്ട് അതിനപ്പുറത്ത് നിന്നുകൊണ്ട് നിരവധി ആളുകൾ ഈ മുന്നിലേക്ക് വരും. ജന്തർ മന്ദറിൽ നിന്നും പാർലമെന്റിലേക്ക് ഏകദേശം 1.5 കിലോമീറ്റർ മാത്രമാണുള്ളത്. ആ 1.5 കിലോമീറ്റർ പാർലമെന്റിലേക്കുള്ള എല്ലാ വഴികളും പൂർണ്ണമായും ഡൽഹി പോലീസ് ബാരിക്കേഡ് വെച്ച് അടച്ചിരിക്കുകയാണ്. 3 ലെയർ സുരക്ഷയാണ് പോലീസ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഒരു കാരണവശാലും ജന്തർ മന്ദറിൽ നിന്നും പ്രതിഷേധക്കാരെ പുറത്തേക്ക് വിടില്ല എന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരുന്നു. 5 പേരിൽ ഇവിടെ ആരും കൂടരുത്, അതോടൊപ്പം തന്നെ പ്രതിഷേധമോ റാലിയോ ഒന്നും സംഘടിപ്പിക്കരുതെന്ന് കൂടി ഇന്നലെ ഡൽഹി പോലീസ് പ്രവർത്തകരോടും അതോടൊപ്പം തന്നെ അതിന് നോട്ടിഫിക്കേഷൻ ഇറക്കുകയും ചെയ്തിരുന്നു. ഇത് ലംഘിച്ചുകൊണ്ട് ജന്തർ മന്ദറിൽ എത്തുന്ന ആളുകൾക്കെതിരെ BNS പ്രകാരം കേസെടുക്കുമെന്ന മുന്നറിയിപ്പ് കൂടി പോലീസ് നൽകിയിരുന്നു. എന്നാൽ ആ പോലീസിന്റെ മുന്നറിയിപ്പുകളെല്ലാം അവഗണിച്ചുകൊണ്ടാണ് ഇത്രയധികം വിദ്യാർത്ഥികളും യുവാക്കളും ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകാനായിട്ട് ഡൽഹിയിലെ ജന്തർ മന്ദറിൽ എത്തിയിരിക്കുന്നത്. ഇന്നലെ രാത്രി മുതൽ തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും യുവാക്കളും ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകാനായിട്ട് ജന്തർ മന്ദറിലേക്ക് എത്തിയിരുന്നു. അവർ ഇന്നലെ ഇവിടെയാണ് പല ആളുകളും അന്തി ഉറങ്ങിയത്. ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്തതിന് ശേഷം മാത്രമേ തങ്ങൾ ഡൽഹിയിൽ നിന്നും മടങ്ങുകയുള്ളൂ എന്നാണ് വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ യുവാക്കളുമെല്ലാം അറിയിച്ചിരിക്കുന്നത്. പ്രതിഷേധം കനത്ത പ്രതിഷേധമായിരിക്കും ഡൽഹി ജന്തർ മന്ദറിൽ നിന്നും ഉണ്ടാവുക. കാരണം 25 ദിവസത്തിലധികമായി വിദ്യാർത്ഥികൾ ഇവിടെ സമരം ഇരിക്കുകയാണ്. 25 ദിവസത്തിൽ ഒരു ദിവസം പോലും കേന്ദ്ര സർക്കാർ പ്രതിനിധികൾ ഈ ചർച്ചയ്ക്കായി വന്നില്ല. സോനം വാങ്ചുക് 22 ദിവസത്തിലധികം ഇവിടെ നിരാഹാരം ഇരുന്നു. സോനം വാങ്ചുകിനെ ബലം പ്രയോഗിച്ച് ഈ വേദിയിൽ നിന്നും ഡൽഹി പോലീസ് മാറ്റി സഫ്ദർജംഗ് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. എന്നിട്ട് പോലും ഒരു തരത്തിലുള്ള ചർച്ചയ്ക്കും കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഇവർ ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ആരോപണം. അതുകൊണ്ട് തങ്ങൾ ഈ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഈ CJP അറിയിച്ചിരിക്കുന്നത്. വിവിധ പ്രതിപക്ഷ പാർട്ടികളുടെ പിന്തുണയും CJPക്ക് പ്രതിഷേധത്തിനുണ്ട്. മുൻനിര പ്രതിപക്ഷ പാർട്ടികൾ എല്ലാവരും ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വേദിയിൽ എത്തിയിരുന്നു. അവർ ഇന്നും ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകും. വിവിധ MPമാരുൾപ്പെടെ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകാനായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ എത്തുകയും ചെയ്തിരുന്നു. അതിനിടയിലാണ് സോനം വാങ്ചുകിനെ ഇവിടെ നിന്ന് ഡൽഹി പോലീസ് ബലം പ്രയോഗിച്ച് നീക്കുകയും ചെയ്തത്. ഇന്നിപ്പോൾ എന്താണ് നടക്കുക എന്നുള്ളതായിരിക്കും ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം. പാർലമെന്റ് സമ്മേളനത്തിന്റെ വർഷകാല സമ്മേളനം ആരംഭിക്കുകയാണ്. 11 മണിക്ക് പാർലമെന്റ് സമ്മേളനം ആരംഭിക്കും. ആ സമയത്ത് തന്നെ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാനായിട്ട് CJP നേരത്തെ തന്നെ തീരുമാനിക്കുകയായിരുന്നു. കാരണം ഇതിലൊരു അടിയന്തര ഇടപെടൽ വേണം. വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് കഴിഞ്ഞ 2 ആഴ്ചയിലധികമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതുവരെയും ഒരു ചർച്ച പോലും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുകൊണ്ട് ഉണ്ടായില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. പ്രമുഖരുൾപ്പെടെയുള്ള ആളുകൾ ഈ റാലിയിൽ ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കാനായിട്ട് ജന്തർ മന്ദറിലേക്ക് എത്തുകയാണ്. CJPയുടെ സ്ഥാപകനായിട്ടുള്ള അഭിജിത് ദിഗ്പയുടെ നേതൃത്വത്തിലായിരിക്കും ഈ പ്രതിഷേധം ഇന്ന് മുന്നോട്ട് പോകുക. സോനം വാങ്ചുകിനെ കസ്റ്റഡിയിലെടുത്ത്, അതായത് ഇവിടുന്ന് ബലം പ്രയോഗിച്ച് ആശുപത്രിയിലേക്ക് മാറ്റിയതിന് പിന്നാലെ അഭിജിത്ത് ഇവിടെ നിരാഹാര സമരം ആരംഭിച്ചിരുന്നു. ഒപ്പം ICയുടെ വിദ്യാർത്ഥികളും SFIയുടെ നേതാക്കളും നിരാഹാരം ഇരിക്കുന്നുണ്ട്. ICയുടെ വിദ്യാർത്ഥികൾ അല്പസമയത്തിനകം തന്നെ നിരാഹാര സമരം അവസാനിപ്പിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. നിരവധി പ്രമുഖർ ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു നിരാഹാര സമരം അവസാനിപ്പിക്കുന്നത്. ഒപ്പം ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുക കൂടി ആ വിദ്യാർത്ഥികൾ ചെയ്യും. പോലീസ് എന്തായാലും ഈ പ്രതിഷേധത്തെ നേരിടാൻ തന്നെ തയ്യാറെടുത്തിരിക്കുന്നു. ചിയർ ഗ്യാസും അതോടൊപ്പം തന്നെ വിവിധ പോലീസ് സന്നാഹങ്ങൾ, ഡൽഹിയിലെ എല്ലാ പോലീസ് സന്നാഹം, റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് ഉൾപ്പെടെ ഈ ജന്തർ മന്ദർ വളഞ്ഞിരിക്കുകയാണ്. വിദ്യാർത്ഥികൾ ഏത് വഴിയിലൂടെ പുറത്തിറങ്ങിയാലും അവരെ ഉടൻ തന്നെ കസ്റ്റഡിയിലെടുക്കുമെന്നാണ് ഡൽഹി പോലീസ് അറിയിച്ചിരിക്കുന്നത്.